ഹലോ എവ്രി വൺ. അപ്പോൾ രാവിലെ ഫ്രഷ് അപ്പ് ആയി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കണ്ണാടിയുടെ ഫ്രണ്ടിൽ ഇതങ്ങനെ അധികം കാണാത്ത സീനാണ്. എന്നാലും നമ്മുടെ സൗന്ദര്യം നമ്മൾ തന്നെ ആസ്വദിക്കണമല്ലോ. സെൽഫ് പ്രയോറിറ്റിയാണ് ഫസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരുന്നാലും വയറ്റിലേക്കൊന്നും പോകത്തില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയപ്പോൾ ആ ഒരു ഞെട്ടലിൽ നിന്ന് മാറി ഞാൻ പെട്ടെന്ന് തന്നെ പാവയ്ക്ക അങ്ങ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇങ്ങനെ പ്രസന്നവതിയായിട്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ട്രൈപോഡിൽ വെച്ച് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ചിരി വരത്തില്ല. പക്ഷേ വീഡിയോഗ്രാഫർ, അതായത് പാറുവാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും നാണവും പല പല ഭാവങ്ങളാണ് എൻ്റെ മുഖത്ത് വരുന്നത്. അത് കഴിഞ്ഞതാ പിന്നെ സൂര്യൻ ഇന്ന് ചിരിച്ചു കാണിച്ചു. അതായത് ഇവിടെ അമ്മ ഉള്ളപ്പോൾ പറയുമായിരുന്നു, ഈ മഴക്കാലത്തൊക്കെ ഈ ഇടയ്ക്ക് ഇങ്ങനെ വെയിൽ വരുമ്പം സൂര്യൻ ഇന്ന് ചിരിച്ചു കാണിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അമ്മ ഓർത്തപ്പോൾ ഞാൻ പെട്ടെന്ന് ആ ഒരു ഡയലോഗ് അങ്ങ് പറഞ്ഞു. അപ്പൊ ഈ ചിരിച്ച് കാണിക്കുന്ന സൂര്യനെ നമുക്കൊന്ന് വെല്ലുവിളിക്കണ്ടേ. അപ്പം ഉള്ള ആ ചിരിയിൽ നമുക്ക് ഉണങ്ങാനുള്ള തുണിയെല്ലാം ഉണക്കി എടുക്കാമെന്ന് ഞാനങ്ങ് വിചാരിച്ചു. കാരണം എപ്പോഴാ ഈ ചിരി സൂര്യൻ കൊണ്ടുപോകുന്നത് എന്നറിയത്തില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് തന്നെ തുണികളെല്ലാം ഇട്ട് ഉണക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഈ തുണി കഴുകുന്നതിനേക്കാൾ ടാസ്ക്കാണ് ഗൈസ് തുണി ഉണക്കുന്നത്. കാരണം ഈ വെയിലും ഞാനും ഭയങ്കര ശത്രുക്കാരാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇതാ പാവയ്ക്കയൊക്കെ തോരൻ വെച്ച് ബാക്കി കറികളെല്ലാം സെറ്റാക്കി. ഇതാ അച്ഛന് ഫുഡ് കൊടുത്തു കേട്ടോ. അപ്പൊ അവര് ഉണ്ണുന്ന സമയം കൊണ്ട് ഞാൻ പിന്നെ കഴുകിയ തുണിയും കൊണ്ട് മോളിലോട്ടാണ് പോയത്. അതാകുമ്പോൾ 2 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് തുണി ഉണങ്ങി കിട്ടും. കാരണം നല്ല കരിഞ്ഞ പൊരിഞ്ഞ ഫ്രൈ ആയ വെയിലാണ് മുകളിൽ. ഇതിൻ്റെ കൂടെ ഞാനും ഫ്രൈ ആയാണ് ദേ ഇറങ്ങി വരുന്നത്. അങ്ങനെ ഫ്രൈ ആയ ഞാൻ താഴെ വന്നപ്പോൾ മൈ സ്റ്റൊമക്ക് ഈസ് വെരി അപ്സെറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വിശപ്പടക്കാന്ന്. അങ്ങനെ ചിക്കൻ ഫ്രൈയും തോരനും മോരും കൂട്ടി ടിവിയാണ് കാണുന്നത്. കണ്ടുകൊണ്ട് ഞാനും കാർത്തിക്കാണ് ചോറുണ്ണുന്നത്. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് കൃതിയാനെ എല്ലാം ഉറക്കി വൈകുന്നേരം ആയപ്പോൾ ദേ എണീറ്റ് ഒരു സ്ഥലം വരെ ഒരുങ്ങി ചെന്നപ്പോൾ അടിപൊളി ഒരു സേമിയയുടെ പായസം കിട്ടി. അപ്പോൾ ഇത്രയും നല്ല പായസം കിട്ടിയ വെറുതെ ഇടുക. കുറച്ച് കുടിച്ചപ്പോൾ എനിക്ക് വേണ്ട. കാരണം എനിക്ക് സേമിയേക്കാൾ ഇഷ്ടം പ്രഥമനാണ്. പിന്നെ ഒരാളൊരു സാധനം തരുമ്പോൾ നമ്മൾ റിജക്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഹാബിറ്റ്. സോ കുറച്ച് കുടിച്ച പായസം കൊണ്ട് ബാക്കി പൈസ ആയിട്ട് ഞാൻ വീട്ടിലോട്ട് കൃതിയയ്ക്ക് ചെറിയൊരു പനിയുടെ ലക്ഷണം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കൃതിയയ്ക്ക് കൊണ്ട് കൊടുത്ത് സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.